നമസ്കാരം. ട്രെയിൻ തട്ടിയെടുത്ത് 450 യാത്രക്കാരെ ബന്ദികളാക്കി പാകിസ്ഥാന് തലവേദനയായി മാറിയ ബലൂചിസ്ഥാൻ ലിബറലുകൾ യഥാർത്ഥത്തിൽ ഇന്ത്യയെ സ്നേഹിക്കുന്ന ബലൂജികൾ ആരാണ്? എന്താണ് ഇവരുടെ ആവശ്യം? അഫ്ഗാനിസ്ഥാനും ഇറാനും അതിർത്തി പങ്കിടുന്ന വിഭവസമൃദ്ധമായ ബലൂചിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന ഏറ്റവും ശക്തമായ വിമത ഗ്രൂപ്പുകളിൽ ഒന്നാണ് ബലൂച്ച് ലിബറേഷൻ ആർമി. പാകിസ്ഥാൻ ഫെഡറൽ ഗവൺമെന്റിനെതിരെ പതിറ്റാണ്ടുകളായി പോരാടുന്ന നിരവധി വംശീയ കലാപ ഗ്രൂപ്പുകളിൽ ഏറ്റവും വലുതാണ് BLA. പ്രവിശ്യയിലെ പ്രകൃതിവാതകവും ധാതു വിഭവങ്ങളും ദേശീയ നേട്ടത്തിനായി പാകിസ്ഥാൻ സർക്കാർ ചൂഷണം ചെയ്യുന്നുവെന്നും പ്രാദേശിക ബലൂച്ച് ജനതയ്ക്ക് കാര്യമായ നേട്ടമില്ലെന്നും ഈ കലാപകാരികൾ വാദിക്കുന്നു. തങ്ങളുടെ ജനതയ്ക്ക് അവകാശപ്പെട്ടിട്ടുള്ള ഈ വിഭവങ്ങളും തങ്ങളുടെ സ്വാതന്ത്ര്യവും കൈയടക്കി വെച്ചിരിക്കുന്ന പാകിസ്ഥാനെതിരെയാണ് അവരുടെ പോരാട്ടം. മേഖലയിലെ സമ്പത്ത് അന്യായമായി ചൂഷണം ചെയ്യുന്നുവെന്ന് ചൂണ്ടിക്കാട്ടി സ്വതന്ത്ര ബലൂച്ച് രാഷ്ട്രം സ്ഥാപിക്കണമെന്ന് BLA നിരന്തരം ആവശ്യപ്പെട്ടിട്ടുണ്ട്. പാകിസ്ഥാൻ സേനയ്ക്ക് നേരെ ഈ സംഘം നിരവധി ആക്രമണങ്ങൾ നടത്തിയിട്ടുമുണ്ട്. മനസ്സുകൊണ്ട് ഇന്ത്യയിൽ ചേരാൻ കൊതിച്ചവരാണ് ബലൂച്ചികൾ. അത്രമാത്രം യാതനകളാണ് ചൈനയും പാകിസ്ഥാനും അവർക്ക് നൽകിയിട്ടുള്ളത്. കൂടാതെ മേഖലയിലെ വിഭവങ്ങളിൽ നിന്ന് ലാഭം കൊയ്യുന്നുവെന്ന് ആരോപിച്ച് ചൈനീസ് പൗരന്മാരെ ലക്ഷ്യം വെച്ചിട്ടുണ്ട്. നിർബന്ധിത തിരോധാനങ്ങളും വംശീയ പ്രൊഫൈലിംഗും സ്വാതന്ത്ര്യത്തിനായുള്ള അവരുടെ ആഹ്വാനങ്ങൾക്ക് പ്രധാന കാരണങ്ങളാണ്. ബലൂചിസ്ഥാനിൽ ആയിരക്കണക്കിന് നിർബന്ധിത തിരോധാനങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ഇത് കലാപത്തിന് കൂടുതൽ ആക്കം കൂട്ടുന്നുവെന്നും 2024 UN റിപ്പോർട്ട് എടുത്തു കാണിക്കുന്നു. പാകിസ്ഥാനും ചൈനയ്ക്കും ഒരുപോലെ തന്ത്രപരമായ പ്രാധാന്യമുള്ള സ്ഥലമാണ് ബലൂചിസ്ഥാൻ. പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനീഷ്യേറ്റീവിന്റെ ഒരു പ്രധാന ഘടകമായ ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയിലെ ചൈനയുടെ $65 ബില്യൺ നിക്ഷേപത്തിന്റെ അവിഭാജ്യ ഘടകമാണ് ഈ മേഖല. റെക്കോർഡിക് സ്വർണ്ണച്ചെമ്പ് പദ്ധതി ഉൾപ്പെടെയുള്ള ഗണ്യമായ ഖനന പ്രവർത്തനങ്ങൾ നടക്കുന്ന ബലൂചിസ്ഥാൻ വിഭവങ്ങളാൽ സമ്പന്നമാണ്. ഈ നിക്ഷേപങ്ങൾ ഉണ്ടായിരുന്നിട്ടും സുരക്ഷാ ആശങ്കകൾ ഉയർത്തിയിട്ടുള്ള കലാപം കാരണം ഈ മേഖല അസ്ഥിരമായി തുടരുന്നു. മൊത്തത്തിൽ പറഞ്ഞാൽ അവരെ ചൂഷണം ചെയ്യുന്നത് പോരാഞ്ഞിട്ട് ദ്രോഹിച്ച് രസിക്കുകയാണ് പാകിസ്ഥാൻ. നന്ദി, നമസ്കാരം. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലുമടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.